കോഴിക്കോട് ചെരുപ്പ് കളഞ്ഞു കിട്ടി. മുട്ടമുക്കിൽ ചൂട് 30 ഡിഗ്രി കൂടി. നിഷയുടെ കൊലപാതകിയെ പിടികൂടി. കായികം. കാലാവസ്ഥ. നമസ്കാരം. ഉടായിപ്പ് വാർത്തകളിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതം. പാറക്കടവിൽ ചെരുപ്പ് കളഞ്ഞു കിട്ടി. വാർത്തകൾ വിശദാംശങ്ങളിലേക്ക്. പാറക്കടവിൽ ഇന്നലെ രാത്രി 7 മണിക്ക് ഒരു ചെരുപ്പ് കളഞ്ഞു കിട്ടി. അടയാള സഹിതം പറഞ്ഞ ചെരുപ്പ് തിരിച്ചു തരുന്നതായിരിക്കും ചെരുപ്പുകളിലേക്ക്. സുരേഷ് കേൾക്കാമോ? സുരേഷ്, എന്താണ് അവിടെ നടക്കുന്നത്? സുരേഷ്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കുന്നു നിതീഷ്. എന്താണ് അവിടെ നടക്കുന്നത് സുധീഷ്? നിതീഷ്, ഇവിടെ ഒരു ചെരുപ്പ് കളഞ്ഞിട്ടുണ്ട്. ആ വ്യക്തി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ആ ചെരുപ്പുകളിലേക്ക് ഇന്നലെ രാത്രി 7:30 കൂടിയാണ് സമീപവാസികൾ അവിടെ ഒരു ചെരുപ്പ് കണ്ടത്. അറിയിച്ചതിനെ തുടർന്ന് പോലീസുകാരെത്തി ചെരുപ്പ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വലിച്ച 2-3 കൂട്ട് ചെരുപ്പുകളാണ് ഇവിടെ കണ്ടെത്തിയത്. അതിൽ 4 എണ്ണം പോലീസുകാർ കൊണ്ടുപോയതിനു ശേഷം കൊണ്ടയില്ലാത്ത 2 ചെരുപ്പാണ് വിട്ടിട്ട് പോയത്. പോലീസ് ഇതിനു വേണ്ടി വല വീശി കഴിഞ്ഞിട്ടുണ്ട്. ചെരുപ്പിനെ കുറിച്ച് ഈ സമീപവാസികൾ ചിലർ പറയുന്നത്. എന്താണ് താങ്കൾ അവിടെ കണ്ടത്? രാവിലെയാണ് ചെരുപ്പ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ അന്നേരം തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച്. പിന്നെ അടുത്തുള്ള സുബു രാവിലെ വന്ന് ചെരുപ്പിൻ്റെ അടുത്ത് കറങ്ങുന്നുണ്ട്. സുബു അടിച്ചുകൊണ്ട് പോകുന്നതാണ് കരുതിയത്. പക്ഷേ ചെരുപ്പ് കൂടെ കണ്ടെത്തി. ഇതിലെന്തോ നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ട്. പോലീസുകാർ ഇത് കണ്ടുപിടിക്കണം. ഏഷ്യാനെറ്റ് ന്യൂസിന് വേണ്ടി സുരേഷ്. പാറക്കടവിൽ നിന്നും നിതീഷ് ആയിരുന്നു നമ്മോടൊപ്പം ചേർന്നത്. നിതീഷ് എന്റെ പേരായിരുന്നു. സുരേഷ് ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അടുത്ത വാർത്തകളിലേക്ക്. മുട്ടമുക്കിൽ 30 ഡിഗ്രി ചൂട് കൂടി. മുട്ടമുക്കിൽ 30 ഡിഗ്രി ചൂട് കൂടി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. രാജു കേൾക്കുന്നുണ്ടോ? രാജു? ശശി കേൾക്കുന്നുണ്ട്. ശശി, നിതീഷ് കേൾക്കുന്നുണ്ട്. മുട്ടമുക്കിൽ 30 ഡിഗ്രി ചൂട് കൂടിയതിനെ കുറിച്ച് താങ്കൾക്ക് കിട്ടിയ വിവരങ്ങൾ എന്താണ്? ഇതിന് പിന്നിൽ തീവ്രവാദി ബന്ധമുണ്ടോ അതോ മന്ത്രിമാരുടെ കളിയാണോ ഈ ചൂട് കൂടിയതിനുള്ള കാരണം? മുട്ടമുക്കി ചൂട് കൂടാനുള്ള കാരണം മഴയില്ലാത്തതിനാണ്. ചൂട് കൂടിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മുട്ടമുക്കി ചൂട്. ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയ വിവരം നാസ 2 റോക്കറ്റ് വിക്ഷേപിച്ചതിന് ശേഷമാണ് മുട്ടമുക്കിൽ ചൂട് കൂടിയെന്നുള്ളതാണ്. പക്ഷെ കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പ്രതിനിധി രാജു ഇപ്പോൾ ലൈനില്ല. പ്രധാനപ്പെട്ട വേറെ വാർത്തകളിലേക്ക്. കേരളത്തെ പിടിച്ചുകുലുക്കിയ നിഷ കൊലപാതക കേസിലെ പ്രതിയെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിദാരുണമായിരുന്നു ഇന്നലെ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൂടുതൽ വിവരങ്ങളിലേക്ക്. ഇന്നലെ കേരളത്തിൽ നടക്കിയ നിഷ കൊലപാതക കേസിലെ പ്രതിയെ പോലീസ് അതിദാരുണമായി അറസ്റ്റ് ചെയ്തു. ക്യാമറ എടുത്തപ്പോൾ ക്യാമറമാനെ വിരട്ടി ഓടിച്ചതിന് ശേഷമാണ് പ്രതിയെ ഞങ്ങൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കാൻ കഴിയില്ല. അതിദാരുണമാണ് പ്രതിയുടെ കാര്യം. അദ്ദേഹം വയലന്റ് ആണെന്ന് തോന്നുന്നു. ക്യാമറ എടുക്കുന്ന എല്ലാവരെയും പിടിച്ച് തള്ളുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. KSRTC ബസ് സ്റ്റാൻഡിൽ തുപ്പിയിട്ട 30 വയസ്സുകാരനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു. തുപ്പിയിട്ട തുപ്പലൊന്നുകിൽ തുടച്ചു മാറ്റുകയോ അല്ലെങ്കിൽ കഴുകിക്കളയണോ എന്ന് ആഭ്യന്തരമന്ത്രി വാർത്താലേഖകരോട് പറഞ്ഞു. കായികം. സാനിയ മിർസ നാളെ വിംബിൾട്ടണിൽ കളിക്കില്ല. നാളെ നടക്കാനിരുന്ന വോളിബോൾ മത്സരം നാളത്തേക്ക് തന്നെ മാറ്റിവെച്ചു. നാളെ നടക്കാനിരുന്ന മഴ കാരണമാണ് നാളത്തേക്ക് തന്നെ വോളിബോൾ മത്സരം മാറ്റിവെച്ചത്. ക്രിക്കറ്റിൽ ധൃതരാഷ്ട്ര ഇന്ത്യ കളിക്കത്തില്ല. ഏകദിനത്തിൽ ഇന്ത്യ നാളെ കളിക്കുന്നതിന്റെ പരിശീലനത്തിന്റെ ഏതാനും ചില ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യൻ ടീമിന്റെ പരിശീലനത്തിന്റെ തത്സമയത്തിൽ നിന്ന്. ധൃതരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് കളിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഏകദിനത്തിൽ ഇന്ത്യ കളിക്കുമെന്ന് ഉറപ്പാണ്. ക്രിക്കറ്റിൽ ഇടം നേടാത്ത ശ്രീശാന്ത് ഇവിടെ സൈഡിൽ നിൽപ്പുണ്ട്. നിതീഷ്, എന്താണ് ഏകദിനത്തിൽ ഇന്ത്യയുടെ ഈ കളിയുടെ പരിശീലനത്തിൽ നിന്നും ശ്രീശാന്തിനെ ഒഴിവാക്കിയോ അതോ ശ്രീശാന്ത് കളിക്കുമോ? എന്താണ് താങ്കളുടെ കൂടുതൽ വിവരങ്ങൾ? ശ്രീശാന്ത് ഇപ്പോൾ ഞങ്ങളുടെ ക്യാമറ മുന്നിലുണ്ട്. ശ്രീശാന്ത് താങ്കളെ കളിയാക്കിയത് എന്താണ് കാരണം? എന്നെ കുരങ്ങെന്ന് വിളിച്ചോണ്ടാണ് ഞാൻ കളിയിൽ പുറത്തായ. ഞാൻ അതിനെ കയറി ഉറങ്ങി. എന്നെ കുരങ്ങെന്ന് വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. അതാണ്ടാ പുറകെ നിൽക്കുന്ന പുറകെ നിൽക്കുന്ന ഒരു മങ്കിയെ കണ്ടില്ലേ? അവനാ കുരങ്ങ സത്യം. കണ്ടോ? അവൻ എന്തോന്ന് കാണിക്കും. സർക്കസിലാണെന്ന് തോന്നുന്നു പണ്ട്. കണ്ടോ? ഇതൊന്ന് കാണിക്കുന്നുണ്ടോ? ഇതൊക്കെയാ ആണോ? പക്ഷേ എന്നെ കുരങ്ങെന്ന് വിളിച്ചത് ഞാൻ തീർത്തും നിരപരാധിയാണ്. ഇന്ത്യൻ ടീമാണ് ഇതിന് നടപടി എടുക്കേണ്ടത്. അവരുടെ ഇത് തന്നെയാണ് ഇതിന്റെ കാരണം. നന്ദി ശ്രീശാന്ത്. നമുക്ക് തിരിച്ചു വാർത്ത. കാലാവസ്ഥ.
ഇന്ത്യയിൽ 45 ഡിഗ്രി മഴ നാളെ പെയ്യും. ചൂടിന് കുറവ് സാധ്യത. മഞ്ഞ് രാവിലെ കാണുമായിരിക്കും, അറിയത്തില്ല. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണത്തിന് 2 രൂപ കുറഞ്ഞ് പവൻ ഇപ്പോൾ 2,50,990 രൂപ. വെള്ളി നിരക്ക് 500 രൂപ. 1 കിലോ ഉള്ളിക്ക് 1 കോടി രൂപ. ഉരുളക്കിഴങ്ങ് 150 കിലോഗ്രാമിന് 2 ലക്ഷം രൂപ, 2 കോടി രൂപ. റബ്ബറിന്റെ വില കുതിച്ചുയരുന്നു. വലിഞ്ഞിരിക്കുന്ന റബ്ബർ കർഷകർക്ക് ഇതൊരു നേട്ടമാകും. വാർത്തകൾ ചുരുക്കത്തിൽ. കേരളം നടുങ്ങിയ നിഷ കൊലപാതക കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. മുട്ടക്കുന്നിൽ ചൂട് 30 ഡിഗ്രി കൂടി. ചെരുപ്പ് പാറക്കടവിൽ കളഞ്ഞു കിട്ടി, ആവശ്യക്കാർ ചെല്ലുക. കായികം. വിംബിൾട്ടൺ ടെന്നീസിൽ സാനിയ മിർസയില്ല, ആരാധകർക്ക് നിരാശ. ത്രിരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യ കളിക്കാനില്ല, ഏകദിനത്തിൽ ഇന്ത്യ കളിക്കാനിറങ്ങും. നാളെ നടക്കാനിരുന്ന വോളിബോൾ മത്സരം നാളത്തേക്ക് തന്നെ മാറ്റിവെച്ചു. നാളത്തെ മഴ കാരണമാണ് നാളത്തെ വോളിബോൾ മത്സരം മാറ്റിവെച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.